അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കുന്നത് ചീയപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചീയപ്പം ചൂടുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ പാരുക. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടാകൂലേ. അപ്പോൾ ഞാൻ ചായക്ക് വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് മുക്കിയെടുത്തേക്കണം കേട്ടോ. പിന്നെ അത് പാർന്നുകാണ്ട് നമ്മൾ ആണ് കേട്ടോ ഞാൻ ഈ പൊടി അരച്ചെടുക്കൽ. എന്നിട്ട് പിന്നെ വെള്ളം കുറച്ചുകൂടിയൊക്കെ പാർന്നുകാണ്ട് പിന്നെ ഈ മാവൊന്ന് ലൂസാക്കി എടുക്കും കേട്ടോ. അപ്പോൾ പറ്റം കൊണ്ട് ടൈറ്റ് ആയിക്കാണ്ട് ചുട്ടാൽ അപ്പം ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ, ഒരു രസം ഉണ്ടാവില്ല തിന്നാൻ. അപ്പോൾ ചീയപ്പം എന്ന് പറയുമ്പം കട്ടില്ലാതെ കേട്ടോ. അപ്പോൾ അതിന് ഒരു നീർദോശ എന്നൊക്കെ പേരുണ്ടാകും പോലും, നമ്മൾ പറയുന്ന പേര് ചീയപ്പം എന്നാണ് കേട്ടോ. അപ്പം മിക്ക ദിവസങ്ങളിലും നമുക്ക് ഇതൊക്കെ തന്നെ കേട്ടോ കടി. ചീയപ്പം, ഓട്ടട, പുട്ട്, പിന്നെ പൂരി, മസാല ദോശ, ഓട്ടട, പിന്നെ ഇതിങ്ങനെ തല തിരിഞ്ഞ് പിന്നെയും അങ്ങനെ വരും കേട്ടോ. അപ്പം ഇനി വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചായക്കടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു തരേണ്ടി കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അങ്ങനെ ഓരോ കടി ഇങ്ങനെ ഓരോ ദിവസം ഉണ്ടാക്കുമ്പോൾ പിന്നെ തല തിരിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആയിട്ട് വരും കേട്ടോ. ടൈം ടേബിളിൻ്റെ മാതിരി സ്കൂളത്തെ ടൈം ടേബിളുണ്ടല്ലോ അതേമാതിരി ആയിക്കാരം. പിന്നെ തല തിരിഞ്ഞുകാണ്ട് അങ്ങനെ വരും കേട്ടോ. പിന്നെ നമ്മൾ അപ്പം ചൂടുന്നത് അടുപ്പത്താണ്. അപ്പം ഞാൻ വെണ്ണൂറൊക്കെ ഒന്ന് വാരി എടുക്കണുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ വെണ്ണൂറൊക്കെ വാരിയാണ്. വെണ്ണൂറ് വാരാതെ കത്തിച്ചാണ്ടല്ലോ തിജി എങ്ങനെയായാലും പിന്നെ അങ്ങോട്ട് കത്തി കിട്ടൂല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് തിജി വെണ്ണൂറ് വാരാഞ്ഞാൽ. അപ്പം ഞാൻ അതിലൊരു കവറുണ്ടായിന് കേട്ടോ, അത് കണ്ടിട്ടില്ല, ഇനി പിന്നെയാണ് കണ്ടത്. അത് പിന്നെ എടുത്തിട്ടിക്കണേ. അല്ലെങ്കിൽ പിന്നെ വാരുമ്പോൾ പിന്നെ നമ്മൾ ചേമ്പിനൊക്കെ കൊണ്ടിടുമ്പോൾ ഈ വെണ്ണൂറ് ചേമ്പിനൊക്കെ കൊണ്ടിടുമ്പോൾ അതിൻ്റെ മുരറ്റിലൊക്കെ കേൾക്കാം, നമ്മൾ കാണൂലല്ലോ. അപ്പം ഞാനതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. ഇനി നമുക്ക് വേസ്റ്റ് കൊണ്ടാണ് അതിലിടാം. അങ്ങനെ പുറത്തേക്കൊന്നും കളയാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കണേ. ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിക്കണം കേട്ടോ. അപ്പം നമുക്ക് പൊടി ഇട്ട് കൊടുത്തേക്കണേ. അപ്പം ഇനി പൊടി ഇട്ടിട്ട് നല്ലോണം തിളച്ച് വരട്ടെ. കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മൂടി വെച്ചിക്കണം കേട്ടോ, നല്ലോണം തിളച്ച് വരട്ട് ചെയ്തിട്ട്. അപ്പോൾ ചായപ്പൊടി തിളച്ച് വന്ന് നമ്മൾ പഞ്ചാര ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചായപ്പൊടി ഇടുള്ളൂ, കാരണം കുറേ ചായപ്പൊടി ഇട്ടാൽ ഒരു കയ്പ്പേക്കാരം. അപ്പോൾ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല ചായ കുടിച്ചാൻ കേട്ടോ. പിന്നെ ഞാനൊരു തുള്ളി ചായ ഇച്ച് കുടിച്ചാൻ വേണ്ടി ഞാൻ മുക്കി വെച്ചിക്കണം കേട്ടോ. പിന്നെ കുട്ടികൾക്കും വേണം മുക്കിയൊക്കെ. പിന്നെ തിജി കത്തിച്ചാൽ നോക്കുമ്പോൾ വിറകൊന്നുമില്ല ഇനി കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് വിറകൊക്കെ എടുത്ത് കൊണ്ടുവെക്കണേ. പിന്നെ ഇപ്പോൾ മടി പിടിച്ച് നിന്നിട്ട് ഒരു കാര്യമല്ല, നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ തന്നെ എടുക്കണം, അല്ലാതെ അപ്പോൾ അതെടുക്കാൻ വേറെ ഒരാളൊന്നും വരില്ല. അപ്പോൾ പിന്നെ ഞാൻ വിറകൊക്കെ കൊടുന്ന് വീതൻ്റെ ചോട്ടിലിട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിറകൊക്കെ ഇട്ടു. ആദ്യം നമ്മൾ ഓലക്കൊടി വെച്ചെടുത്തു. പിന്നെ നമ്മൾ ഓരോ ചുള്ളി വിറകുകളൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ വണ്ണമില്ലാത്ത കൊള്ളി വെച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തിജി പിടിച്ചിട്ടു. അതിനാണ് നമ്മൾ ഇങ്ങനെ കട്ടില്ലാത്ത വിറകൊക്കെ നോക്കിയെടുത്ത് വന്നിട്ട് ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചുകണ്. അപ്പം ഇനി നമുക്ക് കടലാസ് കത്തിച്ചിട്ട് നമുക്ക് അടുപ്പിക്കാണ് വെച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ ഓലക്കൊടിയൊക്കെ അങ്ങനെ കത്തി വന്നിട്ട് നമ്മളെ വിറകുമ്പലും കത്തി പിടിച്ചോളും. അങ്ങനെ നമുക്ക് നമ്മളെ തിജൊക്കെ കത്തി വരൽ തുടങ്ങിയിരിക്കണ്. അപ്പോഴത്തേന് ഞാൻ നമ്മളെ ചട്ടി വെച്ചിക്കണം കേട്ടോ. അപ്പം ചൂടാല്ലേ, ഇനി നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി നല്ലോണം ചൂടാകണം. ചട്ടി ചൂടാകാഞ്ഞാലുണ്ടല്ലോ ഒരു ഭാഗം ഇങ്ങനെ വെള്ളച്ചുകൊണ്ട് എന്തിനു പറയാ, ഒരു സുഖമില്ലാത്ത മാതിരി വേഗാത്തൊക്കെ മാതിരി ഇങ്ങനെ നിൽക്കും. അതിൻ്റെ ചട്ടി നല്ലോണം ചൂടായി കടുപ്പാരണം. അപ്പോഴേ ഇത് അപ്പം ബൗസ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ഇതാക്കണേ, അപ്പൊക്കെ പാർന്ന് കൊടുത്തേക്കണം കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ഈ ഒരു ചട്ടിക്ക് ഈ ഒരു കയ്യിൽ മാവുണ്ടല്ലോ കണക്കാണ്, അതാണ് പാർന്ന എല്ലായിടത്തും ഉണ്ടാകും. അപ്പം അങ്ങനെ നമ്മൾ അപ്പം ചുട്ടുക്കണേ. നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ, സൂപ്പറായിട്ട് വന്നിക്കണേ. അപ്പം അങ്ങനെ ഓരോ അപ്പം നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാം. അപ്പം ഇനി രണ്ടാമത്തെ അപ്പം നമുക്ക് അങ്ങനെ ചൂടായതിന് വേണ്ടി ഞാൻ പിന്നെയും ഓയിൽ തേച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ തേച്ചു. അപ്പോൾ പിന്നെതാ ചട്ടി പിന്നെയും ചൂടായിക്കണ്.
തിജ്ജ് കത്തി കൊണ്ട് നിന്നാൽ നല്ല അടിപൊളിയായിട്ട് അപ്പം ചുട്ടെടുക്കാം. തിജ്ജ് കത്താതെ നിൽക്കുമ്പോഴാണ് പിരാന്ത്. അപ്പം അങ്ങനെ നമ്മൾ അപ്പങ്ങളൊക്കെ അങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചുട്ടതൊക്കെ നമ്മളെ കുട്ടി ഒന്ന് എടുത്തിങ്ങനെ തിന്നിക്കണം കേട്ടോ. കട്ടൻ ചായ അടിച്ചപ്പോഴേക്ക് കടിച്ചൂട്ടി കണ്ട് തിന്നിക്കണം. പിന്നെ ബാക്കിയും കൂടി അങ്ങനെ ചുട്ടെടുത്താണ് കേട്ടോ. അതാണ് പ്ലേറ്റിൽ പിന്നെ അപ്പം കാണാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ തേച്ചു വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചാറൊന്നും ഇപ്പം ഉണ്ടാക്കണമൊന്നുമില്ല. നമ്മൾ ഇന്നലെ വെച്ചിന് കുറച്ച് മീൻ ചാറുണ്ടായിരുന്നല്ലോ, അത് തുള്ളി വെള്ളമൊക്കെ ഒറ്റിച്ച് കണ്ട് ഒന്നും കൂടി നീട്ടി കണ്ട് ചാറുണ്ടാക്കിയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ചാറുണ്ടാക്കാനാവില്ല എഴുതിക്കാണ്ട്. പിന്നെ സാനുവിനും മിന്നുട്ടിക്കും ചാറും വേണ്ട, പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ ചാറന്നെ എമ്പാടുമാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിക്കൊരു തുള്ളി കൂടി വെള്ളം കൂട്ടിയിട്ട് ചാറുണ്ടാക്കിയാണ്. അങ്ങനെ നമ്മൾ ചട്ടിയിലൊക്കെ എണ്ണ തേച്ചിക്കണം കേട്ടോ. എന്നെങ്കിൽ നാളെ ചുടുമ്പോഴൊക്കെ നമുക്ക് അപ്പം പോരുള്ളൂ, അല്ലെങ്കിൽ ഒരു കടി വയ്ക്കാറാണ് നമ്മളെ ആ ചട്ടിയിൽ അപ്പത്തിന്. അപ്പം അങ്ങനെ നമ്മളെന്താട്ടി ചായക്കൊക്കെ ചായ കുട്ടികൾക്ക് ചായ കൊടുക്കണം കേട്ടോ. അവർക്ക് മദ്രസ ഉണ്ട്, അവരെ പറഞ്ഞേക്കണം. പിന്നെ ഞാൻ ചോറ്റിനുള്ള വെള്ളം വെച്ചിക്കണം കേട്ടോ. അങ്ങനെ സനുവിനും മിന്നുട്ടിക്കും ചായ കൊടുക്കുകയാണ്. അപ്പോൾ സനുവിന് മീൻചാറായതുകൊണ്ട് ചാറ് പാരട്ടേന്ന് ചോദിച്ചപ്പോൾ ഓന് ആന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഓക്ക് മിന്നുട്ടിക്ക് പിന്നെ പഞ്ചാരിയാണ് കാരണം അതിൽ പിന്നെ ഞാൻ ഓക്ക് പഞ്ചാരിയും ചായയും കൂടെ അപ്പം തിന്ന്. അങ്ങനെ സനുവും ചായ കുടിച്ചു. അങ്ങനെ ഓലൊക്കെ ചായ അടിച്ച് മദ്രസക്ക് പോയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായ അടിച്ചാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ അങ്ങനെ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ ചായ അടിച്ചാണ്. അപ്പം അങ്ങനെ മീൻചാറും പിന്നെ അപ്പവും എടുത്തേക്കണം കേട്ടോ. അപ്പം ഞാനും ജീനും പാടെയാണ് കേട്ടോ ഒപ്പം ഇട്ട് ഞങ്ങൾ രണ്ടാളും ഒപ്പം കുടിച്ചിട്ടുണ്ടത്. അപ്പം ഞങ്ങൾക്ക് രണ്ടാക്കൂല്ല അപ്പം എടുത്തേക്കണം കേട്ടോ. പിന്നെ ഓന് ചായ വേണ്ട, ഓന് വെള്ളം മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനൊരു ഗ്ലാസ്സിൽ ചായ എടുത്തേക്കണം കേട്ടോ. ഓന് പച്ചവെള്ളം എടുത്തേക്കണേ, ഓന് ചായ വേണ്ടാറിന്. അപ്പം അങ്ങനെ നമ്മൾ ഓന് വെള്ളം കൊടുത്ത് ഞാൻ ചായയും കുടിച്ച് നമ്മൾ ഇതാക്കണേ ചായ കുടിച്ചിട്ടുണ്ട്. നല്ല മീൻചാറ് കുറച്ച് വെള്ളം കൂടിയാലും ഇപ്പം എന്താ നല്ല കുറുന്നനെയൊക്കെ തന്നെയാണ് കേട്ടോ. അത് എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ പറ്റ കുറുന്നനല്ലേ മീൻചാറല്ലേ വെച്ചിനിയത്, അതുകൊണ്ടാണത് കേട്ടോ. അങ്ങനെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് അടിച്ചലും തുടക്കലും പാത്രം മോറലും തിരുമ്പലും കുളിച്ചലൊക്കെ കഴിഞ്ഞണം. അപ്പോൾ തന്നെ അടിയും തോടിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അടിച്ചലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം ചോറ് ഇമ്മട്ടിക്കണം കേട്ടോ ഞാൻ. അപ്പോൾ ചോറ് ഇമ്മട്ടിക്കാണ്ട് ഇപ്പം എന്താ ഇപ്പോൾ പരിപാടി എന്നല്ലേ അപ്പം നിങ്ങളിപ്പം കണ്ടക്കും തമ്മിലൊക്കെ കണ്ടില്ലേ. നമ്മളിന്നിപ്പോൾ സ്കൂൾക്ക് ചോറാക്കാൻ പോകാണ് കേട്ടോ. അപ്പം നമ്മളെ ടീച്ചർമാർ വിളിച്ച് നമ്മളെ മിന്നുട്ടിൻ്റെ സ്കൂളിൽ നിന്ന് കേട്ടോ ടീച്ചർമാരെ വിളിച്ച് ചോദിച്ച് കുട്ടികൾക്ക് കപ്സ് വെച്ച് കൊടുക്കേനി നിങ്ങളൊന്ന് വരുമോ എന്ന്. അപ്പോൾ നമ്മളെ ടീച്ചർമാരൊരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ. അപ്പം നമ്മളെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളല്ലേ. അപ്പോൾ പിന്നെ ഓലൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് പറ്റൂല എന്ന് പറയാൻ പറ്റൂലല്ലോ. പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ 3 ആൾക്കാരാണ് കേട്ടോ ചോറ് വെക്കാൻ പോണത്. അപ്പോൾ ഞാനെന്താട്ടി ഇനി അവിടെ നിന്ന് വന്നിട്ട് പിന്നെ ചോറ് തട്ടിപ്പടഞ്ഞാണ്ട് ഗ്യാസ് വെക്കണ്ട. അപ്പോൾ ഏതായാലും തിജ്ജ് കത്തുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അരി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ വെന്തിക്കണം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എന്താട്ടിന്നറിയാം, എല്ലാവരും കാണാം ചോറ് ഇങ്ങനെ വാർക്കണേ. അപ്പോൾ ഇച്ചൊരു പൂതി ചോറ് ഇങ്ങനെ വാർത്ത് വെക്കാൻ കേട്ടോ. അപ്പം ഞാനൊന്ന് വാർത്ത് നോക്കിയതാണ്. അപ്പോൾ ആദ്യം കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം ഊറ്റിക്കിട്ട് പിന്നെ ഞാൻ നമ്മളെ കുക്കറിൻ്റെ അവിടെയാണ് വെച്ച് കൊടുത്തിക്കണം കേട്ടോ. ഇനി വെള്ളമൊക്കെ ചോറിന് വരട്ടെ. അപ്പോൾ പിന്നെ നമ്മളെ വർഗ്ഗം കോളി ഒന്നുണ്ടായി തിജ്ജ് കത്തിയത്, അതൊക്കെ ഒന്ന് ഞാൻ കെടുത്തിയിട്ട് പുകഞ്ഞ കൊള്ളി പുറത്ത് കയറണ മാതിരി പുകീണ കൊള്ളി പുറത്ത് കണ്ടിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കഞ്ഞിയൊക്കെ ആയി. പിന്നെ സനുവിന് അപ്പമാണോ ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞിച്ച് അപ്പം വേണ്ട കഞ്ഞി മതിയായിരുന്നു കേട്ടോ. ഓനൊരു കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. ഓന് കഞ്ഞി ഉണ്ടായാൽ വേറെ ഒന്നും വേണ്ട, ഭയങ്കര തീർപ്പതിയാണ് കഞ്ഞി. അപ്പോൾ ഓന് ഞാൻ മദ്രസ വിട്ടെന്നാലും ഓന് കഞ്ഞി കൊടുത്തു. മിന്നൂട്ടിക്ക് പിന്നെ അപ്പവും പഞ്ചാരിയും തന്നെയാണ് കേട്ടോ. ഓക്ക് പിന്നെ ഞാൻ അപ്പം ഇട്ട് കൊടുത്തു. ഓക്ക് പിന്നെ എപ്പോഴായാലും അപ്പം കിട്ടിയാൽ ഭയങ്കര തീർപ്പതിയാണ്. ഓക്ക് കഞ്ഞിയൊന്നും വലിയ തീർപ്പതിയില്ല. പിന്നെ സനുവിന് കഞ്ഞി ആയാൽ മതി കേട്ടോ. അപ്പോൾ എപ്പോഴായാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരുക്കൊക്കെ ചായയൊക്കെ കൊടുത്ത് മദ്രസക്ക് വിട്ടെന്ന് കാണട്ടെ ചായ കൊടുത്ത് പിന്നെ ഞാൻ മിന്നൂട്ടിനെയും കൊണ്ട് പോകുകയാണ് കേട്ടോ. സനുവിന് പിന്നെ ഉച്ചക്ക് പരീക്ഷയാണ്. അപ്പം ഓന് പോയിക്കൊണ്ടെന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങിക്കൊണ്ടെന്നും പറഞ്ഞു ഓന്. പ്ലേറ്റൊക്കെ ഇട്ടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കോഴിയൊക്കെ കേകി വെച്ചിക്കണം കേട്ടോ. നമ്മൾ വന്നപ്പോത്തിന് ചേച്ചി അവിടെ ചോറ് വെക്കണ ചേച്ചി കോഴിയൊക്കെ കേകി വെച്ചിക്കണം. പിന്നെ ഉള്ളിയും തോല് ഒളിച്ച് വെച്ചിനി. പിന്നെ ഞങ്ങൾ ചെന്നിട്ട് ഉള്ളി അരിഞ്ഞു തക്കാളിയൊക്കെ അരിഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞല്ലോ നമ്മൾ തന്നെയായിട്ട് വെച്ചിരുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നെക്കൊല്ലം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞ കൊല്ലം വെച്ച് ഇതിലേറെ കുറച്ചും കൂടി അരി കൂടുതലുണ്ട്, അതിലേറെ കുറച്ച് കുട്ടികളും കൂടുതലുണ്ട് കേട്ടോ.
അപ്പോൾ കുറച്ചുകൂടി അരിയുണ്ട്. അപ്പോൾ കുറച്ച് തോനുണ്ട് കേട്ടോ ചോറ്. എത്ര കിലോനാന്നിപ്പോൾ ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുണ്ടല്ലോ സൺഫ്ലവർ ഓയിൽ 2 പാക്കാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അതേമാതിരി ഏലക്കായ്, പട്ട, ഗ്രാമ്പൂ പിന്നെ അതൊക്കെ ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഗ്യാസുമ്മലാണ് വെക്കണം കേട്ടോ. അപ്പം ടീച്ചർമാരും ഓർക്ക് കുട്ടികൾക്ക് ചോറ് ഗ്യാസുമ്മ തന്നെയാണ് വെക്കൽ. അപ്പോൾ ഇതാക്കണേ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ കപ്സിയാണ് കേട്ടോ വെക്കണത്. അപ്പം അങ്ങനെ നമ്മൾ ഇതാക്കണേ നല്ലോണം ഒന്ന് ഉള്ളി വാട്ടി കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടേനി കേട്ടോ. പഠിച്ചോനെ വെച്ചാൽ നന്നാവുമോ എന്താവും, കാരണം കുറച്ച് തോനെ ചോറ് വെക്കണ്ടേ, അത്രയും കുട്ടികളില്ലല്ലേ. അപ്പം നന്നാവുമല്ലേന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ലല്ലോ. ഭയങ്കര പേടി ഉണ്ടേനി. പിന്നെ 3 ആളും പാടെ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ മനസ്സിന് അല്ലേ. അങ്ങനെ നമ്മൾ ഇതാക്കണേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചതച്ചതും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ അതുകൂടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിക്കണേ. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാടി വരട്ടോ. എന്നിട്ട് നമുക്കതിക്ക് നമ്മളെ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ ഇതാക്കണേ തക്കാളി ഒന്ന് വാടി വരാൻ വേണ്ടി ഞാനൊന്ന് മൂടി വെച്ചിക്കണം കേട്ടോ. ഇനി അത് മൂടി വെച്ചിട്ട് ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം, വാടിക്കണോ ഇല്ലേന്നൊക്കെ ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ കണ്ടില്ലേ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടി വരൽ തുടങ്ങിയിരിക്കണം കേട്ടോ. നമുക്ക് ഗ്യാസുമ്മൽ ഇത്രയും തോനെ ചോറൊന്നും വെച്ച് നമുക്ക് പരിചയമല്ലല്ലോ. ഗ്യാസുമ്മൽ അടിക്ക് പിടിച്ചോന്നില്ലൊക്കെ പേടി ഉണ്ടായിട്ടോ ഞങ്ങൾക്ക്. പക്ഷേ അൽഹംദുലില്ലാ ചോറൊക്കെ ഉസാറായിനി. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ടായിട്ടോ, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല ഇനി ചോറ്റിന്. പിന്നെ നമ്മൾ മാഗിക്കട്ട ഇട്ടു. പിന്നെ കപ്സിയല്ലേ കുറച്ച് മഞ്ഞ കളർ ആണല്ലോ, അപ്പോൾ ഒരു തുള്ളി മഞ്ഞൾ കൂടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ മാറ്റി ഇളക്കുകയാണ്. അപ്പോൾ നമ്മളെ ചേച്ചിയും വന്നിക്കണം കേട്ടോ ഇളക്കാൻ. പിന്നെ നമ്മൾ മന്തിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, കപ്സൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി നമുക്ക് ചോറ് വേകാനാവുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിക്കാണ്ട് കുറച്ചവിടെ എടുത്ത് വെച്ചു കേട്ടോ. അതേമാതിരി 2 മാഗിക്കട്ടി എടുത്ത് വെച്ചിനി കേട്ടോ, ചോറ് വേകാനാവുമ്പോൾ ഇടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ കോഴി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കോഴി ഇട്ട് കൊടുത്തു. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണം. അപ്പം പിന്നെ നമ്മൾ അതിക്ക് അരി അളന്ന് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ എത്ര ബക്കറ്റാണ് അരി എടുത്തിക്കണമെന്ന് വെച്ചാൽ അതിന് 2 ബക്കറ്റ് വെള്ളം അങ്ങനെ കണക്കിന് നമ്മൾ പാർന്ന് കൊടുത്തിക്കാണ് കേട്ടോ. എന്നാൽ വെള്ളം പാകമായി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ കണക്ക് വെള്ളത്തിൻ്റെ ചോറ് വേഗേറും എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഇങ്ങനെ ആയാൽ ഒരു സമാധാനമാണ് കേട്ടോ വെള്ളം കണക്കാക്കി പറഞ്ഞാൽ. പിന്നെ നമ്മൾ കറുത്ത നാരങ്ങ ഇട്ടു. പിന്നെ ഞാൻ കുറച്ചിൻ്റെ കജ്ജിക്ക് പറഞ്ഞതുകൊണ്ട് ഉപ്പ് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഉപ്പ് നമ്മൾ എത്ര ഇട്ടിട്ട് ഉപ്പ് തന്നെ ഉണ്ടാകണില്ല. പിന്നെ നമ്മൾ തൈര് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വല്ലുള്ളി അരിഞ്ഞിക്കണ്, ക്യാരറ്റ് അരിഞ്ഞു, പിന്നെ പച്ചമുളക് അരിഞ്ഞു, 2 മല്ലിച്ചപ്പിൻ്റെ തൂട്ട് കൊടുത്തു, പിന്നെ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ തൈരും റെഡി ആയിക്കണ്. പിന്നെ മാങ്ങച്ചാറും ഉണ്ടായിന് കേട്ടോ. അപ്പം അങ്ങനെ തൈരുണ്ട്, മാങ്ങച്ചാറുണ്ട്, പിന്നെ ചോറും ആണ് കേട്ടോ. അപ്പോൾ തൈരൊക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കെ നമ്മൾ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണേ. ഉപ്പ് കമ്മിയാണ് നമ്മൾ കുറച്ചുകൂടി ഇട്ട് പിന്നെ അരി ഇതാക്കണം കേട്ടോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തിളച്ചിക്കണമെന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബേജാറ് കേട്ടോ, കാരണം ഈ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനാകുമ്പോഴത്തേന് വേഗമൊക്കെ വേണ്ടേ. അപ്പോൾ ഭയങ്കര പേടി ഇനി ആകൂലേന്നൊക്കെ. അപ്പോൾ ഏതായാലും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പം വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം ഞാൻ അരി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ എണ്ണിയാളെ നമ്മൾ ചോറ് വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേന് കുട്ടികൾക്ക് ചോറ് തിന്നാൻ നേരമായിട്ടോ. അപ്പോൾ ടീച്ചർ വന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതാക്കണം കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കണതാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ചോറൊക്കെ സൂപ്പറായിനി. പക്ഷേ കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ടായിനി എന്നുള്ളൂ കേട്ടോ, അല്ലാത്ത കുഴപ്പമൊന്നും ചോറ്റിനില്ല ഇനി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുകണമെന്നൊന്നിപ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ മിന്നുട്ടി ഇപ്രാവശ്യം 4ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇക്കൊല്ലം കൂടി ഉള്ളൂ കേട്ടോ നമ്മൾ ചോറക്കാൻ പോവുക. അടുത്ത കൊല്ലം ഇനി വേറെ അമ്മമാരെയൊക്കെ ഓല് തിരഞ്ഞോളും. അപ്പോൾ നമ്മൾ വിളിച്ചുമ്പോൾ നമുക്ക് ചെല്ലൂല എന്ന് പറയാൻ ഒരു മടിയാണ്. കാരണം നമ്മളെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളിലത്തെ ടീച്ചർമാരെല്ലാം വിളിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പോയി.
അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പോന്നപ്പോൾ കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ടായിനി, അതും കൊണ്ടാണ് കേട്ടോ പോകുന്നത് മക്കൾക്കൊക്കെ കൊടുക്കാൻ.